പലരും ചോദിക്കാറുണ്ട് ഹോം ടൂർ. അപ്പോൾ ഞാൻ ഡമാക് ഹിൽസിലാണ് ഉള്ളത്. ഇന്നത്തെ വ്ളോഗ് ഹോം ടൂർ ആയാലോ? അങ്ങനെ വില്ല നമ്പർ 7 എത്തിയിട്ടുണ്ട്. ദുബായ് ദമാക് ഹിൽസിലാണ് വില്ല വരുന്നത്. വില്ലയുടെ ഇൻറ്റീരിയർ കണ്ടാലോ? ഒരു മിനി ഹോം ടൂർ. ഒരു വീട് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ചിന്താഗതിയിലും അവൻ്റെ പല ഐഡിയാസ് ആക്ടിവേഷനിലും റിലാക്സേഷനിലും ഒക്കെ വലിയ ഘടകമാണ്. അപ്പോൾ എനിക്ക് ഈ ഹൗസിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഈ ഒരു ലിവിങ് ഏരിയ ആണ്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഡൈനിങ് ഏരിയ ഉണ്ട്. ഏറ്റവും രസം ഇതുണ്ട്, ഈ ഒരു ഏരിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കളിക്കാം. പിന്നെ ഗോൾഫ് പ്ലേ ചെയ്യുന്നത് കാണാം. 1-2 ടീം ഗോൾഫ് കളിക്കുന്നുണ്ട്. ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാൽക്കണിയാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ വന്നു കഴിഞ്ഞാൽ വലിയൊരു TV യൂണിറ്റ് ഉണ്ട്, വലിയ ബെഡുണ്ട്. ഈ വാളിലൊക്കെ ഈ സ്ട്രിപ്പ് കൊടുത്തിട്ട്, വുഡൻ സ്ട്രിപ്പ്, MDFിൻ്റെ സ്ട്രിപ്പ് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് എൻ്റെ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇങ്ങനത്തെ ഒരു വില്ല എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ കറാമയിലുള്ള ഒരു ഇൻറ്റീരിയർ ചെയ്യുന്ന ടീമിനെ പരിചയപ്പെടുത്തിയിരുന്നു. അവർ ചെയ്തൊരു പ്രോജക്റ്റാണിത് കേട്ടോ. ഈ TV യൂണിറ്റൊക്കെ അവർ ചെയ്തതാണ്. നല്ല ഭംഗിയിൽ ആ പ്രീമിയം ഫീലിലും കുറച്ച് വിൻറ്റേജ് എഫക്റ്റിൽ ഇവർ ചെയ്തിട്ടുണ്ട്. കാരണം ആ വുഡൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ആ വുഡൻ കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വലിയൊരു TV യൂണിറ്റ്. ബുക്സ് ഇതുപോലെ ഷെൽഫിൽ ഒതുക്കി വെച്ചത് കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നൊന്ന് പിക്ക് ചെയ്യാൻ തോന്നണം, ഇരുന്ന് വായിക്കാനും തോന്നണം. ആ രീതിയിലാണ് ഇവിടെ ഇവർ ബുക്സിനായിട്ടുള്ള ഒരു ഷെൽഫ് ഒരുക്കിയിരിക്കുന്നത്. ഇനിയും ഒരുപാട് ബുക്സിലൂടെ വരാനുണ്ട്. അതിനായിരിക്കും ഇവർ ഈ സ്പേസ് കണ്ടത്. ഇത് ആക്ച്വലി ഈ വീട്ടിലെ ഒരു വർക്ക് സ്പേസ് ആണ്. അവിടെയാണ് ബുക്ക് ഷെൽഫ് ബിഹൈൻഡ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇവർക്ക് വർക്ക് ചെയ്യാനുള്ള സൗകര്യം. ഈ വില്ലയുടെ 2ാമത്തെ നില, അതായത് G+2 വരുന്നുണ്ട്. അതിൽ 2ാമത്തെ നിലയിൽ ഇവരൊരു ബാർ സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. ഇത് മിനി ബാറിൽ ഈ സ്ട്രിപ്പ് ഇത് ഓപ്പൺ ആക്കിയത് ഫ്രിഡ്ജാട്ടാ. ഇത് ഇവർ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കില്ല ചേട്ടാ. ഇത് കണ്ടതിന് ശേഷം ചില ആൾക്കാരൊക്കെ കമൻറ്റ് ആയിരിക്കും. മറ്റവർ അത് ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് കാണുമ്പോൾ വുഡൻ MDFിൻ്റെ സ്ട്രിപ്പ് ഇങ്ങനെ ഒട്ടിച്ചതുപോലെ തോന്നും. പക്ഷേ ഇവിടെ ഒരു ഹിഡൻ ഡോർ ഉണ്ട്. പിന്നെ തൊട്ടപ്പുറം തന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഗോൾഫ് ഏരിയ കാണാം. ഇത് മോബിളാണ്, ഔട്ട്ഡോറിൽ വെക്കാൻ പറ്റിയ സീറ്റിങ്ങും. പിന്നെ അവിടെ ഒരു ബേസൺ ഉണ്ട് ആ ഒരു ഏരിയയിൽ. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ തീമിനനുസരിച്ചിട്ടുള്ള കളർ കോമ്പിനേഷനാണ് കേർട്ടനും ജിനാൻ ഇൻറ്റീരിയേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഈ കേർട്ടൻ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ആക്ച്വലി നമ്മൾ എണീച്ച് വന്ന് ഇങ്ങനെ നടക്കുകയൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഒരു സ്വിച്ചിൽ മോട്ടറൈസ്ഡ് കേർട്ടനാണ്. ക്ലോസ് ചെയ്യാനും ഓപ്പൺ ആക്കാനും ഒക്കെ ബെഡിൽ തന്നെ ഇരുന്നിട്ടോ കടന്നിട്ടോ ഈ റിമോട്ട് വെച്ചിട്ട് ചെയ്യാം. ഈ വില്ലയുടെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത് ജിനാൻ ഇൻറ്റീരിയേഴ്സ് ആണ്. നിങ്ങൾ അപ്പാർട്ട്മെൻറ്റോ വില്ലയോ നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റി ഇൻറ്റീരിയർ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു റെഫറൻസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ജിനാൻ ഇൻറ്റീരിയേഴ്സിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കറാമയാണ് ഇവർ ലൊക്കേറ്റ് ചെയ്യുന്നത്. Al Jinan Furniture, Dubai. Luxury, modern elegance.